പഴയൊരു വിവാദം വീണ്ടും തലപൊക്കുകയാണ്, വളരുകയാണ്. പ്രവാചകന്റെ തിരുകേശം 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന്റെ പരാമർശത്തിനെതിരെ കൂടുതൽ മുസ്ലിം സംഘടനകൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതോടെ പ്രവാചകന്റെ മുടിയെ ബോഡി വേസ്റ്റ് എന്ന് അന്ന് പരാമർശിച്ച പിണറായി വിജയന്റെ വാക്കും ചർച്ചയാവുകയാണ്. വീണ്ടും തിരുകേശ വിവാദം ചർച്ചയാകുമ്പോൾ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ പിണറായി വിജയൻ എന്നാണ് സമൂഹം ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ് കോഴിക്കോട്ട് നിന്ന്. അനഘ ഹർഷൻ, നമസ്തേ, ഗുഡ് മോർണിംഗ്, പുത്തമ്പുലരിയിലേക്ക് സ്വാഗതം. എന്തായാലും കേരള സമൂഹം, രാഷ്ട്രീയ സമൂഹം, വിവിധ സംഘടനകളിലൊക്കെ ചർച്ച ചെയ്യുകയും വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്ത വാർത്തയാണ് അനഘ ഒരിക്കൽ കൂടി പൊടി തട്ടി എടുത്തിരിക്കുന്നത്. 1/2 സെന്റിമീറ്റർ വളർന്നു പ്രവാചകന്റെ തിരുകേശം എന്നാണ് കാന്തപുരം അവകാശപ്പെടുന്നത്. ഇത് അന്ധവിശ്വാസം വളർത്തുന്നു, ഇത്തരം നടപടികളിൽ നിന്ന് പിൻവാങ്ങണം എന്ന് പറഞ്ഞ് മുസ്ലിം സംഘടനകൾ കഴിഞ്ഞ ദിവസവും അനഘയുടെ വാർത്തയുണ്ടായിരുന്നു. വീണ്ടും വിവാദമാകുന്നു, ചർച്ചയാകുന്നു, വിമർശനം ഉയരുന്നു. അനഘ. പ്രദീപ് പിള്ള, തിരുകേശ വിവാദം അത് 2012 ആദ്യം ഈ തിരുകേശ വിവാദം പ്രവാചകന്റെ മുടി കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ രംഗത്ത് വരുന്നത്. ആ സമയത്ത് തന്നെ ഇത് വലിയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെയായിരുന്നു. ആ സമയത്താണ് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന CPM പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഒരു പ്രസ്താവന നൽകിയത്. ഇത്തരത്തിൽ ഈ തിരുകേശ വിവാദം അല്ലെങ്കിൽ ഈ തിരുകേശം മുടി എന്ന് പറയുന്നത് അതെങ്ങനെയാണെങ്കിലും അത് പ്രവാചകന്റേതാണെങ്കിൽ പോലും അത് വേസ്റ്റ് ആണ്, ബോഡി വേസ്റ്റ് എന്നായിരുന്നു ഈ പ്രവാചകന്റെ മുടിയെ പിണറായി വിജയൻ അന്ന് പരാമർശിച്ചിരുന്നത്. ഇത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പിന്നീട് 2020 സമയത്ത് വീണ്ടും പിണറായിയോട് ഈ വിഷയം സംസാരിച്ച സമയത്ത്, മാധ്യമങ്ങൾ ചോദിച്ച സമയത്ത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അന്നും പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പിന്നീട് കാലം കഴിഞ്ഞു. ഇനി 2025 ഇതേ ചോദ്യം പിണറായിയോട് ചോദിക്കുന്ന സമയത്ത് അതേ ഉത്തരം ഉണ്ടാകുമോ എന്നാണ് ഇതിനടിയിൽ വരുന്ന കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നത്. മാത്രമല്ല CPM ഇപ്പോൾ എടുക്കുന്ന കുറെ കാലങ്ങളായി പല വിഷയങ്ങളിലും എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് മതപ്രീണന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി ഒരു അക്ഷരം പിണറായി വിജയൻ പ്രതികരിക്കില്ല എന്നാണ് ഈ കമന്റ് ബോക്സിൽ അടക്കം വരുന്ന ഒരു തുറന്ന ചർച്ച. മാത്രമല്ല ഇത്തരത്തിൽ ഇത് മുടിയായാലും നഖമായാലും അതൊക്കെ തന്നെ ബോഡി വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ നഖം വളരും, അത് വെട്ടിക്കളഞ്ഞാൽ അതൊരു ബോഡി വേസ്റ്റ് ആണ്. മുടി അത് തലയിലുള്ളപ്പോൾ ശരിയാണ്, പക്ഷെ അത് മുറിച്ചു കഴിഞ്ഞാൽ അതൊരു ബോഡി വേസ്റ്റ് ആണ് എന്നായിരുന്നു അന്ന് കാന്തപുരത്തിന്റെ ഈ പ്രസ്താവനയോട് CPM പാർട്ടി സെക്രട്ടറി ആയിരുന്നുള്ള പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിലപാട് ഇനി ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ കാന്തപുരം കഴിഞ്ഞ ദിവസം മർക്കസിൽ നടന്നിട്ടുള്ള പ്രവാചക പ്രകീർത്തന സദസ്സിലാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. തന്റെ കൈവശമുള്ള പ്രവാചകന്റെ മുടി തിരുകേശം അത് 1/2 സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് എന്നായിരുന്നു ആ സദസ്സിൽ വെച്ച് കാന്തപുരം പറഞ്ഞത്. ഇത് ആ സമയത്ത് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വരികയും അത് ചർച്ചയാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ IUM അതുപോലെ തന്നെയുള്ള ISM പോലുള്ള മുസ്ലിം സംഘടനകൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നത്. അതായത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അത് പ്രചരിപ്പിക്കരുത്, അന്ധവിശ്വാസത്തിൽ നിന്ന് ഇത്തരം കാന്തപുരം 1/2 സെന്റിമീറ്റർ മാറി നിൽക്കണം എന്നായിരുന്നു IUML അടക്കമുള്ള മുസ്ലിം സംഘടനകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് വലിയ ചർച്ചയായി. അതിന് പിന്നാലെ വീണ്ടും ഇത്തരത്തിൽ IUML അതുപോലെ തന്നെ ISM തുടങ്ങിയിട്ടുള്ള മുസ്ലിം സംഘടനകൾ തന്നെ ഈ കാര്യത്തിൽ രംഗത്ത് വരുന്നുണ്ട്. കാന്തപുരം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസം പ്രചരിപ്പിക്കരുത്, ഇതൊരു നവോത്ഥാന സമൂഹമാണ്, ആ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഇത്തരം ഒരു ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നൊക്കെ പറയുന്നത് ഏത് തരത്തിലാണ് വിശ്വസിക്കാൻ കഴിയുക എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ടത് അന്ന് ഈ വിഷയത്തിൽ വളരെ ശക്തമായ അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു പരാമർശം നടത്തിയ പിണറായി വിജയൻ ഇന്ന് CM ആണ്, മുഖ്യമന്ത്രിയാണ്. ഇന്ന് ഇതേ നിലപാട് ആവർത്തിക്കുമോ തിരുത്തുമോ, ഇതാണ് ഇനി അറിയേണ്ടത്. പ്രദീപ് പിള്ള. അനഘ, ഇതിൽ വളരെ രസകരമായ ചില സംഗതികളുണ്ട്. ഈ നവോത്ഥാന നായകരുടെ ഇന്നത്തെ ഒരു നിലപാട് നമുക്കറിയണം, സാംസ്കാരിക നായകരുടെ നിലപാട് അറിയണം. സാംസ്കാരിക നായകരാരും പ്രതികരിച്ചില്ലേ എന്ന് കഴിഞ്ഞ ദിവസവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പ്രേക്ഷകർ പ്രതികരിച്ചിരുന്നു. അത് മറ്റൊരു വിഷയത്തെ ചൊല്ലിയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ ചൊല്ലിയാണ്. ഇപ്പോഴും ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ മുസ്ലിം സംഘടനകൾ തന്നെ പറയുന്നു ഇത് അന്ധവിശ്വാസമാണ്, ഇത് വളർത്തരുത്, ഇതല്ല ഇസ്ലാമിൻ്റെ രീതിയെന്ന് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അനഘ ഇപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ 2012 അന്നത്തെ
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ്റെ വാക്കുകൾ, ഇത് വെറും ബോഡി വേസ്റ്റാണ്, ഇങ്ങനെ വിശേഷിപ്പിക്കരുത്, കൊണ്ടു നടക്കരുത്, ഇത് കേശ തട്ടിപ്പ് എന്നുള്ള നിലയിലൊക്കെയാണ് അന്ന് പ്രചരിച്ചിരുന്നത്. പക്ഷേ കാലം മാറി, പല നേതാക്കളും മാറി. ഇതേ പിണറായി വിജയൻ അബ്ദുൽ നാസർ മഅദനിയുമായി വേദി പങ്കിടുന്ന കാഴ്ച കണ്ടു. അങ്ങനെ ഒരു വോട്ട് സമാഹരണത്തിന് ശ്രമിച്ചു. ഇതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് VS അച്യുതാനന്ദൻ രംഗത്തെത്തിയിരുന്നു. അങ്ങനെ കാലചക്രം ഉരുളുകയാണ്, രാഷ്ട്രീയ ചക്രവും ഉരുളുകയാണ്. പുതിയ കാലത്ത് പുതിയ സമയത്ത് നവോത്ഥാനം ഉണ്ടാക്കാനായി മനുഷ്യമതിൽ തീർത്തു. ശബരിമലയിൽ ആചാരലംഘനത്തിന് അരങ്ങൊരുക്കി, പോലീസ് സുരക്ഷയൊരുക്കി. ഇന്ന് നമുക്ക് അറിയാം കല്ലും നെല്ലും ഇവിടെ തിരിയുമോ എന്ന് നമുക്ക് ഇവിടെ അറിയേണ്ടതുണ്ട്. കാരണം ഇതേ ആർജവം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്താൻ ഞങ്ങൾക്ക് പോകണ്ട, കാത്തിരിക്കാൻ തയ്യാർ, റെഡി ടു വെയിറ്റ് എന്ന് ഭക്തരായ വിശ്വാസികളായ വനിതകൾ പറയുമ്പോൾ ഇല്ല, കയറിയേ പറ്റൂ എന്ന് പറഞ്ഞ് കുറേ പേരെ പോലീസിൻ്റെ കുപ്പായം അണിയിച്ച് ശബരിമലയിലേക്ക് തള്ളിക്കയറ്റിയവർ, നവോത്ഥാനം സംരക്ഷിക്കാൻ മനുഷ്യമതിൽ തീർത്തവർ, അതിൽ അണിനിരന്ന സാഹിത്യകാരന്മാർ, സാഹിത്യകാരികൾ, സാംസ്കാരിക നായികന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, ഇവരുടെയൊക്കെ അഭിപ്രായം ഇപ്പോൾ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇവർ പ്രതികരിക്കാനെങ്കിലും തയ്യാറാകുമോ, അതിനുള്ള ധൈര്യമുണ്ടോ, ആർജവമുണ്ടോ എന്നല്ലേ അനഘ ഹർഷൻ നമുക്കറിയേണ്ടത്. അതുപോലെ തന്നെ ഏതൊക്കെ സംഘടനകളാണ് ഇത് വളരെ സത്യസന്ധമായി ധൈര്യത്തോടുകൂടി ഇത് അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്? ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്ന പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി. പ്രദീപ് പിള്ള പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത്തരത്തിലുള്ള നവോത്ഥാനപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിൽ CPM എടുക്കുന്ന നിലപാട് അത് മതപ്രീണന രാഷ്ട്രീയത്തിൽ ഊന്നി തന്നെയാണ് എന്ന് സമീപകാല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് സമസ്ത പോലുള്ള ഒരു മത പണ്ഡിത സഭ, ആ സമസ്തയൊന്ന് കണ്ണുരുട്ടിയപ്പോൾ എടുത്ത നിലപാട് അതേപടി തിരുത്തിയ ആളുകളാണ് CPM. അതായത് സ്കൂൾ സമയമാറ്റ വിഷയം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വിഷയം, അങ്ങനെ ഇത്തരത്തിൽ ഒരു മതവിഭാഗം അതിനെതിരെ രംഗത്ത് വന്ന സമയത്ത് ആ എടുത്ത നല്ല നിലപാടുകളൊക്കെ അതേപടി തിരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ സമയം മാറ്റുന്നത് അല്ലെങ്കിൽ സ്കൂൾ വേനലവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കാന്തപുരം അടക്കമുള്ള ഇത്തരത്തിൽ സമസ്ത അടക്കമുള്ള സംഘടനകളിലെ നേതാക്കൾ ഇത്തരം ഒരു പരാമർശം നടത്തിയിരുന്നു. സ്കൂളിലെ ഈ കാലാവധി, ഈ വേനലവധിയൊക്കെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ സമയത്തും ഇത്തരത്തിൽ അവർക്ക് ചാഞ്ഞുകൊണ്ട് ആ നിലപാടിനോട് അടുക്കുന്ന സമീപനം തന്നെയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ ഇത്തരത്തിൽ സർക്കാർ സമീപിക്കുന്നത് ഒരു പ്രത്യേക മതത്തിന്റെ ആവശ്യമാണെങ്കിൽ അത് അവർക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ്. നിരവധി ഉദാഹരണങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ വിഷയവും ഏറെ പ്രസക്തമാകുന്നത്. ഇത്തരത്തിലൊരു കാലത്ത് ശബരിമലയിൽ വനിതകളെ കയറ്റി നവോത്ഥാനം തീർക്കാൻ ശ്രമിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന CPM അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കുക, അല്ലെങ്കിൽ എടുത്ത നിലപാടിൽ പിണറായി വിജയൻ ഉറച്ചു നിൽക്കുമോ, അല്ലെങ്കിൽ തിരുത്തുമോ, അല്ലെങ്കിൽ താൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുമോ എന്നതൊക്കെ ഇനിയുള്ള വരും മണിക്കൂറുകളിൽ അറിയേണ്ടതാണ്.